പിന്നെ ചന്ദ്ര ഇതൊക്കെ കണ്ടു കഴിഞ്ഞാ അവരെന്തോ വിചാരിക്കും? ചെറുക്കന്റെ ആൾക്കാര് നല്ല അടിക്കാരാന്ന് വിചാരിക്കത്തില്ലേ? പിന്നെ ആ അതെ അതെ ഒരു പെണ്ണാണല്ലോ പെണ്ണാണല്ലേ നമ്മുടെ നമ്മുടെ അനിയന 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 ജുഗുറു ജുഗുറു സിൽക്കില്ലേ ഇവിടെ? സിൽക്കാ ജുഗ്രുല്ലേ? ജുഗ്രുന്റെ അടുത്ത് സിൽക്ക് ജുഗുറുണ്ട് 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 വെള്ളം അടിക്കല്ലെന്നാ. അതാവാം. സ്പീഡി ഓടിപ്പോല്ലേ പോണം. പേര് മാറ്റിട്ട് പോയിരുന്നല്ലോ. അവനെ കല്യാണപ്പയ്യൻ പോയിരുന്നു. കറക്റ്റ് ഇവിടെ നേരെ മണിക്കൂർ എടുക്കില്ലേ? പടികടന്നെത്തുന്ന ആ അപ്പൊ ആരാണ് ലീഡറാണോ അതോ നാഥൻ? ആ ഓക്കെ സാരല്ല സാരല്ല. അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് നിങ്ങളുടെ ഒരു നിലപാട് ഇതില്? ഇപ്പൊ ഞാൻ ഇന്നലെയാണ് ഇത് അറിയുന്നത്. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. കല്യാണത്തിന്റെ വക്കിലെത്തിയപ്പോഴാണ് ഇത് അറിഞ്ഞത്. ഞാനാണ് നിർത്തി ഏൽപ്പിച്ചത്. ഏതാ? ആ അതല്ലേ. ഷൗട്ട് ഇടാവോ? സൗണ്ട് ചന്ദ്ര ഒന്ന് എണ്ണിച്ചിട്ടിരിക്കുന്നത് കാലൊക്കെ കാണാനില്ലേ? പെട്ടെന്ന് തീരുമാനം സ്നൈപ്പ് പെട്ടെന്നൊരു തീരുമാനം പറഞ്ഞപ്പോ എനിക്ക് അവനോടുള്ള ഇഷ്ടം കാരണം ഞാൻ അങ്ങ് സമ്മതിച്ചു. പോയി കേട്ടാ കൂൾ ഡ്രിങ്ക്സ് തരും തരും തരും. അവിടെ നാട്ടു ഫുഡ് ഫുഡ് ഞങ്ങള് ഇതുപോലെ ജുഗ്രു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഉടനെ കല്യാണം വേണ്ടെന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് ഇന്നലെ. അല്ലടാ സ്നൈപ്പേ, സ്നൈപ്പ് എന്തിയടാ? കല്യാണമേ വേണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. കല്യാണം അവന് ഇപ്പൊ വേണ്ടെന്നുള്ള രീതിയിലാ കെല്ലി അവൻ പറയുന്നത്. അവനെ കുറച്ച് സമയം വേണം. ഇപ്പൊ ഞാനും വാസോണനൊക്കെ ഇങ്ങനെ നിക്കുവല്ലേ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു കാര്യം ആവാണ്ട് അവന് പെട്ടെന്ന് ഇതിലോട്ട് അത് നടക്കും അല്ല അത് നമുക്ക് മുകളിൽ ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് വരണം സിറ്റിയില്. അപ്പൊ അതൊക്കെ അവരായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചാലേ നമുക്ക് ഇതിലൊരു കാര്യത്ത് ഒരിത് ഒക്കെ പറ്റത്തുള്ളൂ. അതാണ് നമ്മള് ഈ ഫാമിലിനെ പറ്റി ഒന്ന് അറിയണം ഡീറ്റെയിൽ ആയിട്ട്. അല്ല ഞാനും പറയണെന്ന് പറഞ്ഞാൽ ഇവര് കുറച്ചുകൂടി മെച്യൂർഡ് ആയെങ്കിലേ, കുറച്ചുകൂടി മെച്യൂരിറ്റി ആയിട്ട് നമുക്ക് നടത്തുവാണെങ്കിൽ അത്ര നല്ലല്ലേ. ഇവർക്ക് പിള്ളേരല്ലേ ഇപ്പൊ. ഇത് 18 കഴിഞ്ഞേ ഉള്ളൂ നമ്മുടെ അവന് ജുഗ്രുവിന്. ജുഗ്രു 20ആണോടാ ജുഗ്രു? അത് ഫേക്ക് സർട്ടിഫിക്കറ്റ്. കുട്ടിക്ക് എത്ര വയസ്സായി? ഇവന് 18 ആയതേ ഉള്ളൂ. 18 ആവാൻ അതൊക്കെ ഇപ്പൊ ഒരു പ്രശ്നമുള്ള കേസാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഏജൊക്കെ ഇപ്പൊ ഒരു പ്രശ്നമല്ലല്ലോ കുട്ടി. എന്താ സ്നൈപ്പ പറയുന്ന ഒരു വീട്ടിൽ കയറി നിന്നിട്ട് 20 സർട്ടിഫിക്കറ്റ്? നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണോ? നിന്റെ ID കാർഡ് ഒന്ന് കാണിക്കാവോ? ID കാർഡൊക്കെ ഫേക്ക് ആണ്. ആണല്ലേ? അല്ല കെല്ലി വേറെന്തൊക്കെയാ പറഞ്ഞേക്കണവൻ? ക്ലിയർ ചെയ്യാം. കേക്കുന്നില്ല, ഷൗട്ട് ഇടാവോ? അവനെന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എപ്പോഴും പറയാറുണ്ട് അത് മാത്രമേ പറഞ്ഞു നടക്കുള്ളൂ സർവ്വനേരം. പറ്റത്തില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ടില്ലേ? വേറെന്തൊക്കെ പറഞ്ഞ ജുഗ്രു നീ? ഇഷ്ടം മാത്രമേ പറയാറുള്ളൂ. വേറെന്തെങ്കിലും പറയാറുണ്ടോന്ന്? എവിടെ ഇടയ്ക്കിടെ ഞങ്ങൾ കഴിവതും ഞങ്ങളുടെ അടുത്ത് വരാറില്ല കെല്ലി. എവിടെ നോക്കിയാലും ജുഗ്രു അത് തന്നെ.
ജുഗ്രു അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് പറ്റത്തില്ല. മനസ്സിലായി, അത് മനസ്സിലായി. അത് ഇന്നലെ കല്യാണം കഴിക്കാൻ ഓടി പോയപ്പോഴേ മനസ്സിലായി. അല്ല ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പൊ ഈ ഒരു ഏജിന്റെ കാര്യം അറിഞ്ഞപ്പോ എന്തെങ്കിലും അതിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇതിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല. കുട്ടിയെ കല്യാണം മതി. ഇന്നലെ എന്റെ ചേട്ടന്മാരും ഞാനും ആ വേദിയില് നാണം കെട്ട് ചന്ദ്രൻ ചേട്ടൻ ഇന്നലെ പോയപ്പോ എന്തിനിത്? ഇന്നലെ കല്യാണം മുടങ്ങിയപ്പോ ഞങ്ങൾ അവിടെ നാണം കെട്ട്. എനിക്കത് ആലോചിക്കുമ്പോ വിഷമം വരുന്നു. എന്റെ ചേട്ടന്മാർ എന്റെ അടുത്ത് മിണ്ടുന്നില്ല, എന്റെ ഫ്രണ്ട്സ് മിണ്ടുന്നില്ല. ഓ ഞാൻ ആ പറയാതെ പെട്ടെന്നൊരു അപ്പൊ ചേട്ടന്മാരടുത്ത് അല്ലല്ല അത് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു അതില്. കാരണം ഞാനാണത് നിർത്തിച്ചത്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ യവന് ഞങ്ങളടുത്ത് പോലും ഞങ്ങളടുത്ത് പറഞ്ഞില്ലേ അവൻ ജുഗ്രു ഈ കാര്യങ്ങളൊന്നും. സ്റ്റാർട്ട് ചെയ്തത് സ്നൈപ്പ്. ഇത് പെട്ടെന്നുണ്ടായതൊരു ഇതല്ലേ കല്യാണം എന്നൊക്കെ പറയുമ്പോ വലിയ കാര്യമല്ലേ. അതും നമ്മുടെ കുടുംബത്തില് കെട്ടാച്ചരക്കളായിട്ട് കൊറേ ആൾക്കാർ നിക്കുമ്പോഴേ അതെ, വലിയൊരു ചരക്കാണ് അവിടെ. അതാണ് ഏറ്റവും ചെറിയ ബാലിനൊക്കെ മൂത്ത് എന്റെ മൂക്ക് നനച്ചു കൊടുത്തടാ. മൂക്കിന്റെ അകത്തുള്ള നരച്ചിട്ടില്ല. അതാ നരച്ച് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയില് നമുക്കത് നിർത്തി വെക്കേണ്ടി വന്നതാണ് കേട്ടോ. നമുക്ക് നടത്തണേ, നമ്മളെപ്പോഴും നടത്തും. പക്ഷെ നമ്മൾ ഇച്ചിരി വലുതായിട്ട് കുറച്ചുകൂടി ഇതായിട്ട് നടത്താനുള്ള പ്ലാനാണ് നമുക്ക്. അപ്പൊ ഇവൻ എനിക്ക് കെട്ടിച്ചേരോ നിങ്ങള്? കെട്ടിച്ചേരാം. അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവന് കുറച്ച് ടൈം വേണമെന്നാണ്. അവൻ ഒരേ നിർബന്ധം വാസുവണ്ണനും അണ്ണൂന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് ഇത് നടത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇന്നലെ സംസാരിച്ചപ്പോഴേ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൻ എനിക്ക് കെട്ടാൻ പറ്റുമോ? ഉറപ്പായിട്ടും. പിന്നെന്ത്, നമ്മളൊരിക്കലും എതിരല്ല, നമ്മളെതിരല്ല. സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ അത് ജുഗ്രുവിന്റെ തീരുമാനം പോലെ ഇരിക്കും. ജുഗ്രു എന്ത് ചെയ്യോടാ വാസവണ്ണ സമ്മതിച്ചില്ലെങ്കിൽ? എനിക്ക് നിങ്ങളെ ജീവിതം അതെ. നമുക്ക് സംസാരിക്കാല്ലോ. അല്ല ഇവിടെ ഇപ്പൊ എന്താ ഞാൻ കേട്ടില്ല. ഇവിടെ എന്താ ഗുരുവിന് നിങ്ങളാ വലുതെന്ന്. അപ്പൊ പിന്നെ കല്യാണം മുടങ്ങി രണ്ടാമത്. അതെ, അതിപ്പോ കെല്ലിയോട് കെല്ലിക്ക് ആരാ വലുത്? കെല്ലിക്ക് ഗുരു വലുതായോണ്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ നമുക്ക് അങ്ങനൊന്നും വലിയ ഫുഡ് കിട്ടിയായിരുന്നു? കിട്ടില്ല. ചേട്ടന്മാർക്ക് എന്റെ സന്തോഷമാ വലുത്. അല്ലേ നെപ്പോളിയൻ? അതെ ഇവിടെ സന്തോഷം. അല്ല നമുക്കും ജുഗ്രുവിന്റെ ഇതാണ് വലുത്. അല്ല ഞാൻ പറഞ്ഞ വാസവണ്ണൊന്നും ഒരിക്കലും അങ്ങനെ പറയത്തില്ല. പക്ഷെ അല്ല ഞാൻ ജുഗ്രു ഇങ്ങനെ ഒന്നാടാ ചന്ദ്ര ടൈപ്പ് തന്നെ കേട്ടോ. അവൻ എന്നെ സമാധാനിപ്പിച്ച് പറയാതെ. അതല്ല ജുഗ്രു, നിനക്ക് ഇതിപ്പം നീ ഇന്നലെ പറഞ്ഞില്ലേ നിനക്ക് കുറച്ച് ടൈം വേണമെന്ന്. നിനക്കിപ്പം കല്യാണം നടത്തണമെന്നുണ്ടാ? ഇല്ല ടൈം കുറച്ച്, കാരണം കുറച്ചുകൂടി അങ്ങോട്ട് കുറച്ചുകൂടിയേ ടൈം എടുത്ത് ഇവരൊന്ന് ഡേറ്റ് ഒക്കെ ചെയ്തതിനു ശേഷം ഒന്ന്. ഡേറ്റ് നടന്നിട്ടില്ല ഇതുവരെ. നീ സർവ്വനേരവും ഞങ്ങള് അവന് വളരാനൊരു സമയം കൊടുക്കണ്ടേ? ചെറുക്കൻ വളർന്നു വരുന്നേ. അല്ല അവൻ വളരുമ്പോഴേക്ക് നമ്മളെ പെങ്ങള് നോക്കില്ലേ? ശരിയാ. ഇപ്പൊ 21 വയസ്സായി. അല്ല വയസ്സുണ്ട്. അവന് 20 ഉള്ളു. കെല്ലിക്ക് ഇപ്പൊ ഉടനെ നടത്തണമെന്നാണ്. ഇതൊന്ന് അടച്ചു നോക്കൂ. അല്ല ഉടനെ നടത്തണമെന്നില്ല. പക്ഷെ എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല. എനിക്ക് അവനെ വേണം. നമ്മുടെ നിങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് അതിനൊരു തീരുമാനം പറയണം. ആണല്ലേ? ഓക്കെ. എന്തായാലും ഇന്ന് ഞങ്ങളുടെ അണ്ണൻ വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പൊ അണ്ണൻ വന്നില്ല ഇന്ന്. സോ നാളെ എന്തായാലും കൺഫേം ആണ്. നാളെ എന്തായാലും സിറ്റിയിൽ ഉണ്ടാവും. സോ നാളെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു നിങ്ങളുടെ ഫാമിലി അങ്ങോട്ട് വരാവോ? നമുക്ക് സംസാരിക്കാം. അതോടെ പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഞങ്ങളത് വന്ന് പറയണല്ലോ. അപ്പൊ ഇത് ഇന്നലെ ഞങ്ങൾ കൊറേ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങള് ഫാമിലി ആയിട്ട് എല്ലാരും ഇട്ട് വാ. നിങ്ങള് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കാണാം. ഒരു 10-10:30 ആ ഒരു ടൈം. ഓക്കെ. അപ്പൊ നീ ഒന്ന് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ അപ്പൊ എല്ലാരും വരുമായിരിക്കുമല്ലോ അല്ലേ നാളെ? അങ്ങനെ അധികം വരാറില്ല. ഓക്കെ. അപ്പൊ അത്ര വേറെ എന്തെങ്കിലും പറയണ്ട നിങ്ങക്ക്? എന്തേലും പറയാനില്ല. മെമ്പേഴ്സിന്റെ
ഇത് സ്റ്റോറേജ് കൊറേ കാശിരിപ്പണ്ടല്ലേ 2 കെട്ടെടുക്കട്ടെ എടുത്താ നല്ല ശ്രീധനം കിട്ടുമല്ലടാ ജഗറു. അതെ ഇതിനെ കെട്ടിക്കണേ ശ്രീധരൻ തന്നല്ലേ പറ്റൂ. ഞങ്ങൾക്കുള്ളതെല്ലാം പെങ്ങൾക്കുള്ളതാണ്. ജഗറ ജുഗുറു പറഞ്ഞ ശ്രീധരൻ ഒന്നും വേണ്ട, പെണ്ണിനെ മതി. കണ്ണ് മഞ്ഞളിച്ചോടാ. ഏ അല്ല ജുഗുറു അന്ന് കെല്ലിയെടുത്ത കണ്ട് പറഞ്ഞത് ശ്രീധരൻ വേണ്ട, കെല്ലിയെ മതിയെന്ന. കെല്ലിയാണ് എന്റെ ശ്രീധരൻ വന്ന കണ്ടാ പറഞ്ഞ. അങ്ങനല്ലേ പറഞ്ഞത്? ആണാ ആണാ ജഗറ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. കെല്ലി അങ്ങനെ പറഞ്ഞില്ല. ശ്രീധരൻ റൂമില് മേളില് കാണും. ജുഗുറു ജുഗറു റൂമിൽ കയറി. റൂം കണ്ടോണ്ടേ അല്ല റൂം കാണാൻ കയറിയിരിക്കുന്നത് മുകളില്. ജുഗുറു കെല്ലിയായിട്ട് റൂമിൽ കയറി. ഇപ്പൊ കണ്ടു ജുഗുറു സാർ കുറച്ച് ചേട്ടാ അവനെ. ചന്ദ്ര ഇത്രക്കായ സ്ഥിതിക്ക് മോബി എന്തോ പറയണ്ടേ? ഡെയ്സിന്റെ കുടുംബക്കാരെ വിളിച്ചാലോ? ആ അത് എല്ലാം നടന്നു. ഡെയ്സി ആരാ? ആ ഡെയ്സി മോബി. അതെ 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 അതെ. നാളെ ഒരു വമ്പൻ മീറ്റിംഗ് തന്നെ ആയിരിക്കും കേട്ടാ. പിന്നെ അടിപൊളി മീറ്റിംഗ് ആയിരിക്കുമല്ലോ നാളെ. നമ്മളെ കുടുംബത്തിൽ ഇത് 2ാമത്തെ മീറ്റിംഗ് എന്താണ്? എല്ലാം അവിടെ ചെന്ന് ആദ്യം വാസുന്റെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ ആരോ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആരുടെ അന്ന് വന്ന് SRK നമ്മുടെ പഴയ മറ്റേ വാസുവിന്റെ എക്സില് 1 ഓഫ് ദ എക്സ് ആരായിരുന്നു? എനിക്ക് മുന്നേ ഉള്ള എനിക്ക് മുന്നേ ഉള്ളത് കൺമണി. കൺമണി ഇല്ല. കത്തിയാ? അതിന്റെ മുന്നേ എത്ര ഉണ്ടായിരുന്നു? കൊറേ ഉണ്ടായിരുന്നടാ. ആ കുക്കുവിന്റെ കുടുംബം. കുക്കും കുടുംബമൊക്കെ വന്നായിരുന്നു ഫുള്ള്. ആണല്ലേ?